എപ്പോഴും എൻ്റെ ഓർമ്മയിലെ ഏറ്റവും എനിക്കിഷ്ടമുള്ള ഏറ്റവും നല്ല ആക്ടർ അല്ലാത്ത ആക്ടർ ബാവച്ചൻ്റെ ജീവിതം ബാവച്ചൻ പോലും അറിയാതെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാണ്. ശരിക്കും ബാവച്ചൻ അറിയാതെ ചിരിക്കുമ്പോൾ ഞാനത് എടുക്കുന്നുണ്ടെന്ന് ബാവച്ചൻ അറിയുന്നില്ല. ബാവച്ചൻ സംസാരിക്കുമ്പോൾ അത് നമ്മൾ സിനിമയിലാക്കുന്നുണ്ടെന്ന് ബാവച്ചൻ അറിയില്ല. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നോ ഇതിലൂടെ എനിക്ക് അംഗീകാരം കിട്ടുന്നതൊന്നും ബാവച്ചന് വിഷയമല്ല. ബാവച്ചൻ എന്താണോ അത്. ജപ്പാനിലൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഫെസ്റ്റിവലിന്. ബാവച്ചൻ അവിടെ പോയപ്പോഴും അവിടുത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ബാവച്ചനാണ്. എല്ലാവർക്കും അതും ആ മുഖം മതി. ഈ ഒരു 35 വർഷത്തിൽ ഏറ്റവും റിഗ്രറ്റ് തോന്നിയിട്ടുള്ളൊരു പോയിന്റ് എവിടെയായിരുന്നു? ജോണി വാക്കറിൻ്റെ ക്ലൈമാക്സ് ഇതല്ലായിരുന്നു. ഞാൻ മമ്മൂക്കയുടെ കഥ പറയുമ്പോഴും മമ്മൂക്കയുടെ ക്യാരക്ടർ മരിക്കുന്ന ക്യാരക്ടറല്ല. ജയിലിൽ പോയിട്ട് അവിടെ കാണാൻ ചെല്ലുന്ന കുട്ടികൾ, അവിടെയാണ് കഥ തുടങ്ങുന്നത് അവസാനിക്കുന്നത്. അത് ഈ മമ്മൂട്ടി കോളേജിൽ പഠിച്ചാൽ ആ പ്രായത്തിലുള്ള ഒരാൾ കോളേജിൽ പഠിച്ചാൽ ശരിയാവുമോ എന്നുള്ള നിരന്തരമായ പ്രൊഡ്യൂസറുടെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രഞ്ജി പറഞ്ഞു, ഇങ്ങനൊരു ഇത് കൊടുത്താലോ, കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ്, അതുകൊണ്ടാണ് കോളേജിൽ പഠിക്കാൻ പറ്റുന്നത്, ഒരു റീസൺ കൊടുത്താൽ. അപ്പം അതിൻ്റെ എൻഡിൽ അത് മിസ് ചെയ്ത് മരിച്ചു പോകുന്നതായിട്ട്. അന്ന് എനിക്കൊരു ഇത്രയും വിവരമില്ലായിരുന്നു. അപ്പോൾ അത് ശരിയായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ മനസ്സിലത് അതല്ലല്ലോ എന്നുള്ള തോന്നൽ അന്നും ഇന്നും ഉണ്ട്. ഇനിയും ഒരുപക്ഷെ എനിക്ക് ജോണി വാക്കർ റിലീസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ജോണി വാക്കർ ഒറിജിനൽ എന്നുള്ള പേരിൽ ഇറക്കണമെന്നുണ്ട്. ക്ലൈമാക്സ് മാറ്റും. എന്നാലേ ഇറക്കാൻ സമ്മതിക്കുള്ളൂ. അപ്പം സാറിൻ്റെ സിനിമകൾ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ശാന്തം, തിളക്കം, ജോണി വാക്കർ, പിന്നെ ഫോർ ദ പീപ്പിൾ, ഇതെല്ലാം പല പല ജോണറിൽ വരുന്ന മൂവീസാണ്. ഇത് ഒക്കെ ഒരു സംവിധായകനാണ് സംവിധാനം ചെയ്തേക്കുന്നവർ പറഞ്ഞാൽ വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെയാണ് സാർ അത് വേഴ്സറ്റൈൽ ഡയറക്ടർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സാറിൻ്റെ ഒരു സിനിമ സെലക്ഷൻ പ്രോസസ്സ് ഒക്കെ എങ്ങനെയാണ്? ഇതൊക്കെ തന്നെ സംഭവിക്കുന്നതാണ്. നമ്മളായിട്ടൊന്നും പ്ലാൻ ചെയ്യുന്നതല്ല. ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യും, അത് നടക്കാതെ വരും, അപ്പോൾ അടുത്ത് ചെയ്യും. ഒരു ആക്ടർ അടുത്ത് ചെല്ലും, ആ പ്രോജക്റ്റ് നടക്കാതെ വരുമ്പം എന്നാൽ പുതിയ ആളെ വെച്ചൊരു പടം ചെയ്യും. ഇങ്ങനെയൊക്കെ പോയി എങ്ങനെയൊക്കെയോ സംഭവിച്ചതാണ്. അല്ലാതെ ഒരുപക്ഷെ നമുക്ക് സിനിമയോടുള്ള ഇഷ്ടം, ഒരുപാട് ഇഷ്ടം, സിനിമ അല്ലാതെ വേറെ ഒന്നുമില്ല, എല്ലാം സിനിമ തന്നെ മനസ്സിൽ സ്വപ്നം. അതുകൊണ്ട് അങ്ങനെ വന്ന് ഭവിക്കുന്ന കാരണം ഞാൻ ഒരു ഏറ്റവും കൂടുതൽ വീഴ്ചകൾ, അതായത് ഫോൾ അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടായിട്ടുള്ളത് എനിക്കായിരിക്കും. ഏറ്റവും കൂടുതൽ ഹിറ്റ്സ് ഉണ്ടായിട്ടുള്ളതും എനിക്കായിരിക്കും. എക്സ്പെരിമെൻ്റ് ചെയ്ത് ഹിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളതും ഒരുപക്ഷെ എൻ്റെ സിനിമകളായിരിക്കും. പക്ഷേ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ പുറകിൽ ഭയങ്കര പെയിനുണ്ട്. അത് നമ്മൾ തന്നെ ബെയർ ചെയ്യണം. കാരണം ഒരു പുതുമുഖ നടനെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ അതിന് നമ്മൾ തന്നെ ആ ഫുൾ റെസ്പോൺസിബിലിറ്റി, ഫിനാൻഷ്യൽ ബേർഡൻ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും ഒരു രക്ഷപ്പെടൽ അങ്ങനെ ഉണ്ടാവില്ല. അത് ആ വേദന പക്ഷെ നല്ലതാണ്. നമുക്ക് അടുത്ത സിനിമ ചെയ്യാനായിട്ട് നമ്മളെ ഒരു പരാജയത്തിൽ നിന്ന് ഞാൻ ഒരുപക്ഷെ പരാജയം വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ പരാജയത്തിൽ നിന്ന് വരുന്ന അടുത്ത സിനിമയായിരിക്കും എൻ്റെ ഏറ്റവും നല്ല സിനിമയോ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമ. അത് എപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പരാജയ ഭീതിയൊന്നുമില്ല. പരാജയം വന്നാൽ അത്രയൊന്ന് ഹിറ്റായിരിക്കും അടുത്തത്, അല്ലെങ്കിൽ അത്രയും വാല്യബിൾ സിനിമയായിരിക്കും അടുത്തത്. ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഈ ഒരു മെഹഫിൽ എന്ന് പറഞ്ഞൊരു മൂവി എടുക്കാൻ ഏറ്റവും ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയത്? ഒരു ചലഞ്ചും ഇല്ല. കാരണം ഒന്ന് കോവിഡ് കാലത്തെടുത്ത സിനിമയാണ്. 2-3 സിനിമകൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ എടുക്കാൻ പേടിച്ച് മാറി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നു. കോട്ടയത്ത് തന്നെ ഷൂട്ട് ചെയ്യുന്നു. വളരെ പരിമിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ മെഹഫിൽ ചെയ്യാണ്. പക്ഷേ ഈ മെഹഫിലിൻ്റെ കഥ എത്രയോ കാലമായിട്ട് മനസ്സിലുണ്ട്. അപ്പോൾ ഇത് എനിക്കറിയാം, എല്ലാ അന്തരീക്ഷവും, അതിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനും അറിയാം, ഓരോ സിംഗേഴ്സിനും അറിയാം. അവിടെ അന്ന് നടന്ന ഒരു സന്ധ്യ മാത്രമേ ഉള്ളൂ. ആ സിനിമ രാവിലെ തുടങ്ങി, അന്ന് മെഹഫിലുണ്ട്. മെഹഫിലിന് വന്നു ചേരുന്നവർ, അവരുടെ പ്രശ്നങ്ങൾ, അവിടെ നടക്കുന്ന പാട്ടും ബാക്കി ജീവിതം, പല ജീവിതങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു, പല പാട്ടുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് നേരം വെളുക്കുന്നു. അത്രേ ഉള്ളൂ സിനിമ. പക്ഷേ നമ്മളെ ചിന്തിപ്പിക്കും. വരുന്ന ഓരോരുത്തരുടെ ജീവിതവും നമ്മളോട് എവിടേക്കോ സമാനമാണ്. ഒരുപാട് പഠിക്കാൻ. കാരണം ഈ അതിനകത്ത് അഖില ചെയ്യുന്ന ക്യാരക്ടറുണ്ട്. അഖില ഒരു ഡോക്ടറാണ്. അപ്പോൾ അത് ശരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇഷ്ടപ്പെട്ടിരുന്ന 2 ഡോക്ടേഴ്സാണ്.
വിവാഹം കഴിച്ചു. പക്ഷേ പിൽക്കാലത്ത് ഈ വീട്ടിൽ വന്നിരുന്ന മുല്ലശ്ശേരി വന്നിരുന്നു അവർ. പക്ഷെ പിൽക്കാലത്ത് അവർ തമ്മിൽ അകന്നു എന്നുള്ളത് വീണ്ടും ഇവിടെ വന്നാണ് പാച്ചപ്പ് ആവുന്നത്. മനസ്സിലായി? അങ്ങനെ പലരും, ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ വരുന്നവർക്കൊക്കെ ഓരോ പ്രശ്നമുണ്ട്. ഈ പ്രശ്നം എങ്ങനെ ഈ മനുഷ്യൻ സോൾവ് ചെയ്യുന്നു നമ്മൾ പോലും അറിയാതെ. അപ്പോൾ ഇത് പറയാതിരിക്കാൻ വയ്യ, പറയണം എന്നെങ്കിലും. അപ്പോൾ ഈ ഒരു കോവിഡ് കാലത്ത് ഈ പരിമിതികളിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷെ അത് ഇറക്കാൻ പറ്റിയില്ല സിനിമ പല കാരണങ്ങളാൽ. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ ടൈമിൽ ഇറക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇറങ്ങുന്നു ഓഗസ്റ്റ് 8-ാം തീയതി ഇറങ്ങാൻ പോകുന്നു. ഓക്കെ സാർ, ഈ സാറിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. സാറാണെങ്കിൽ ഒരുപാട് പേരുടെ ലൈഫിൽ വഴിത്തിരിവായിട്ട് വന്നിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ സാറിൻ്റെ ലൈഫിൽ ഒരു വഴിത്തിരിവായിട്ട് വന്നിട്ടുള്ളത് ആരാണ്? ഒരു സുഹൃത്താണ്. ഞാൻ CMS കോളേജിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് BSc ഫിസിക്സിന് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് സൈക്കിളിൽ പോവാണ്. CMS കോളേജിൻ്റെ മുന്നിലുള്ള വളവിൽ ഞാൻ ലെഫ്റ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിൽ പോകുന്ന എൻ്റെ ഒരു അത്ര വലിയ ക്ലോസ് ഫ്രണ്ടൊന്നും അല്ല, പക്ഷേ E.T. തോമസ് എന്നാണ് അവൻ്റെ പേര്. അവിടുന്ന് കൈ കാണിച്ചു. അപ്പോൾ ഞാൻ നിർത്തി, ബ്രേക്ക് ചവിട്ടി. അങ്ങോട്ട് തിരിഞ്ഞ കോളേജിലോട്ട് കയറുകയാണ്. നിർത്തി. എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ BSc ഫിസിക്സിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകണം. നീ വേറെ പണിയൊന്നുമില്ല, അതൊന്നും പോകണ്ട, ട്രിവാൻഡ്രത്ത് നമുക്ക് പോകാം, ട്രിവാൻഡ്രത്ത് എൻജിനീയറിങ് കോഴ്സ് ഉണ്ട്, അതിന് അഡ്മിഷൻ കിട്ടും നിനക്ക് എന്ന് പറഞ്ഞ് ഞാൻ സൈക്കിൾ തിരിച്ചു. ആ തിരികെയായിരുന്നു. അതാണ് വഴിത്തിരിവ്. ഓക്കെ. അപ്പോൾ സാർ, അതുപോലെ തന്നെ ഹൈവേയിൽ മിക്കവർക്കുള്ളൊരു സംശയമായിരിക്കും. ഹൈവേ മൂവിയിലാണെങ്കിൽ ഇപ്പം നമ്മളാണെങ്കിൽ ആ ഒരു സീനിൽ തന്നെ കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റിക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത പോലെ തോന്നിയിട്ടുണ്ട്. വെച്ചാൽ അവരാണെങ്കിൽ പോയി അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുള്ളതിൽ പിന്നെ അവർ കാര്യം ഇറങ്ങുമ്പോൾ വേറെ കോസ്റ്റ്യൂമാണ്. അത് സാർ മനഃപൂർവ്വം ചെയ്തതാണോ? അതൊക്കെ കാരണം അവർ അന്നേരം പോകാൻ തീരുമാനിച്ചിട്ടുണ്ടാവില്ല. മുറിയിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോയിട്ടുണ്ടാവും. നമുക്ക് പോയി നോക്കാന്നുള്ളതാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഫോർ ദ പീപ്പിളിൻ്റെ അകത്ത് ഒരു സീൻ കൺസീവ് ചെയ്യുമ്പം ഒരു സീൻ ഇങ്ങനെ മൂവ് ചെയ്ത് അവിടെ നിന്ന് പറയും. ആ സീനിൽ ഞാൻ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ആ സീനിൽ ഒരു ഡയലോഗ് ഒരു കോമ്പോസിഷനിൽ നിന്ന് പറയും. നമുക്ക് ഇന്ന പോലെ ഇന്ന ആൾക്കെതിരെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എടുത്ത് അയാളെ ട്രേസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഷോട്ട് ഇതേ ആൾക്കാർ വേറൊരു കോമ്പോസിഷനിൽ ഇരുന്നിട്ട് അതിൻ്റെ മറുപടി ഡയലോഗ് പറയുക. അപ്പോൾ അതിനെയും ഫോർ ദ പീപ്പിൾ കണ്ടാൽ മനസ്സിലാവും. ഒറ്റ സീനിലും അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്നുള്ള പ്രോസസ്സിലൂടെ അല്ല പോകുന്നു, ഓരോ കോമ്പോസിഷനിലൂടെയാണ്. അതൊരു രീതിയിലാണ് കഥ പറയുന്ന ഒരു വേറൊരു രീതിയാണ്. അപ്പം നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാം, സിനിമയല്ലേ പറ്റുള്ളൂ. ഓക്കെ സാർ. അപ്പോൾ സാറിൻ്റെ മൂവിയിൽ ഒരുപാട് നമ്മൾ പുതുമുഖങ്ങളെ, ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ ശാന്തമീത രാത്രിയിലായിക്കോട്ടെ, നമ്മൾ ഒരുപാട് പുതുമുഖങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സാറിൻ്റെ വേറെ സിനിമകൾ നോക്കുമ്പം സാറായിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സാർ എങ്ങനെയാണ് ഓരോ ക്യാരക്ടേഴ്സിനെ കൂടുതൽ പുതുമുഖങ്ങളെയാണോ കൂടുതൽ ഇൻവൈറ്റ് ചെയ്യുന്നത്, അതോ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരായിട്ട് വർക്ക് ചെയ്യാനാണോ സാറിന് കൂടുതൽ? അത് ഈ പറഞ്ഞ പോലെ വന്ന് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഒരു സപ്പോസ് ഒരു പ്രോജക്റ്റ് നമ്മളൊരു ആക്ടർ സൂപ്പർ സ്റ്റാറിൻ്റെ അടുത്ത് നമ്മൾ പോയിട്ട് നമുക്ക് അത് അന്നേരം നടക്കില്ല, സമയമെടുക്കും എന്ന് തോന്നിയാൽ ഒരു തൽക്കാലം ഒരു സിനിമ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ വേറൊരു സബ്ജക്റ്റിലോട്ട് മാറും. അപ്പം പുതിയ എക്സ്പെരിമെൻ്റ് ചെയ്യേണ്ടി വരും, പുതിയ ആക്ടേഴ്സിനെ വെക്കേണ്ടി വരും. പക്ഷേ എനിക്ക് കംഫർട്ടബിൾ എന്ന് പറയുന്നത് പുതിയ ആൾക്കാരാണ്. കാരണം ഭയങ്കര റിലാക്സ്ഡാണ്, എനിക്ക് ഭയങ്കര സുഖമാണ് വർക്ക് ചെയ്യാൻ. കാരണം ഇപ്പം അവർ പോലും അറിയാതെ നമുക്ക് അവരിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എനിക്കൊരു വേറൊരു ടെൻഷനും ഇല്ലല്ലോ. ഓക്കെ സാർ. അപ്പോൾ നമ്മളിപ്പോൾ